നമസ്കാരം. കലാകാരികളുടെ വിസ്മയവേദി റെഡ് കാർപ്പറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിൽ എൻ്റെ കൂടെ അതിഥിയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ഇഷ്ടമുള്ള നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ദ വെരി ലവ്ലി ശ്വേത മേനൻ. വെൽക്കം ടു ദ ഷോ. ഹിന്ദി സിനിമയുടെ വിശേഷങ്ങൾ നമ്മൾ ഒന്നും ചോദിച്ചില്ല. അവിടുത്തെ എന്തെങ്കിലും ഒരു വിശേഷം പറയും. അവിടെ എങ്ങനെയാണ് അതിന്റെ ഒരു വർക്കിംഗ് സ്പേസ്, ഈ പറഞ്ഞ പാമ്പറിംഗ് ഒക്കെ കിട്ടുന്ന ഒരു ഒബ്വിയസ്ലി എൻ്റെ ആദ്യ സിനിമ ഇഷ്ക് സോങ് ആണ് ഞാൻ ചെയ്തത് വിത്ത് ആമിർ ആൻഡ് അജയ്. ആമിർ ഭയങ്കര ഒരു നോട്ടി ഫെലോ ആണ്. ആ സോങ് 11 days ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. സോ ഇറ്റ്സ് ഫൺ. ഞാൻ ഫെമിന മിസ് ഇന്ത്യ ആണ്, അതുകൊണ്ട് ഒബ്വിയസ്ലി ഫെമിന കവറിൽ വന്നപ്പോഴാണ് എന്നെ ഇന്ദ്രകുമാർ സെലക്ട് ചെയ്തത്. അത് മാധുരി ദീക്ഷിതാണ് ആ സോങ് ചെയ്യാൻ പോകുന്നുണ്ടായത്. ബിക്കോസ് ഇന്ദ്രകുമാറിൻ്റെ ലക്കി മാസ്കോട്ട് മാധുരി ജിയാണ്. പക്ഷേ ആ ഒരു സോങ് എനിക്ക് തോന്നുന്നു ആ ഫോട്ടോ കണ്ടിട്ടാണ് എന്നെ സെലക്ട് ചെയ്തത്. സോ ഐ ഡിഡ് ദാറ്റ് സോങ്. പക്ഷേ ബോളിവുഡിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓഫ് കോഴ്സ് ദുഡു, ബിഗ് ദുഡു, ദുഡു. സോ യുനോ അതാണ് സത്യം. അത് ആൾക്കാർ എന്ത് പറഞ്ഞാലും പൈസ വേണ്ട, ഞങ്ങൾക്ക് സമാധാനം മാത്രം മതി. അതൊന്നുമില്ല. സമാധാനത്തിന് നമുക്ക് പൈസ വേണം, എല്ലാത്തിനും പൈസ വേണം. അപ്പോ അതാണ് സത്യം. അത് എനിക്ക് നാണമില്ല അത് പറയാൻ. അത്ര എനിക്ക് നാണമില്ല അത് നാണമില്ല പൈസ വേണമെന്ന് പറയാൻ. സോ ഒബ്വിയസ്ലി അങ്ങനെയാണ് ആ സോങ് ചെയ്തത്. പിന്നെ അവിടുന്ന് ഞാൻ ബന്ധൻ വിത്ത് സൽമാൻ ആൻഡ് ജാക്കി ഷ്രോഫ്, അഗെയിൻ അനദർ ഹിറ്റ്. സോ വൺ ആഫ്റ്റർ ദി അതർ ഹിറ്റ്. പക്ഷേ അവിടെ ഞാൻ ഈ സിനിമകൾ ചെയ്യണ സമയത്ത് ഐ വാസ് നെവർ സീരിയസ്. ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് ദിവസം വരെ, അപ്പോൾ എൻ്റെ സെക്രട്ടറി മടുത്തിട്ടാണ് എന്നെ എന്നെ ഡംപ് ചെയ്തു. ബിക്കോസ് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. അച്ഛനമ്മേനെ നോക്കാനോ അല്ലാതെ ഐ വാസ് വെരി ഹാപ്പി ഒരു റെന്റൽ വീട്ടിൽ താമസിക്കുക, എന്താ കാശ് കിട്ടുന്നത്. സോ ഐ വാസ് വെരി കെയർ ഫ്രീ, കെയർലെസ് ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാം മാറുന്നത് ഇവിടെ തിരിച്ച് മലയാളത്തിൽ വന്നപ്പോൾ തീരെ വിചാരിക്കാത്ത ക്യാരക്ടേഴ്സ് വന്നപ്പോൾ അപ്പോഴാണ് ഈ സീരിയസ് ആയത് ആൻഡ് കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാത്തിനും ഒരു സമയമുണ്ട്, ദാസ എന്ന് പറഞ്ഞ പോലെ. എല്ലാത്തിനൊരു സമയം. സോ ഐ ജസ്റ്റ് ടുക്ക് ഇറ്റ്. സോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാം കുറച്ച് പടങ്ങൾ ചെയ്യും, പിന്നെ കുറച്ച് മുങ്ങും, പിന്നെ തിരിച്ചു വരും, പിന്നെ ചെയ്യും, പിന്നെ കുറച്ച് മുങ്ങും. അങ്ങനെയാണ്. ബിക്കോസ് കുറേ ടൈപ്പ് കാസ്റ്റ് ആയി വരുമ്പോൾ ഞാൻ അപ്പോൾ നിർത്തും. എനിക്ക് സോൾട്ട് ആൻഡ് പെപ്പർ കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടർ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഒന്നിനും എനിക്ക് പുതുമ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആക്ടിങ് തന്നെ ചെയ്യണം എന്നല്ല, ദാറ്റ് ഞാൻ സെൻട്രിക് ആയിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടാകും, അങ്ങനെയല്ല. ഒരു നല്ല സിനിമേൻ്റെ ഭാഗമാവാൻ പറ്റണം, അത്രേ ഉള്ളൂ. ഞാൻ ഫീമെയിൽ ഓറിയൻറ്റഡ് മാത്രമേ ചെയ്യുള്ളൂ, ഒരു മൾട്ടി സ്റ്റാറർ ഫിലിംസ് ഞാൻ ചെയ്യില്ല, അങ്ങനെയൊന്നുമില്ല. നല്ലൊരു സിനിമേൻ്റെ ഭാഗമാവണം, പക്ഷേ എന്തെങ്കിലും പുതുമയുണ്ടാവണം. ഒരു സീൻ ഉണ്ടായാൽ മതി. നമ്മൾ അറിയാലോ, യു അണ്ടർസ്റ്റാൻഡ്. ഒരു നല്ല സീൻ ഉണ്ടെങ്കിൽ as an actress we are happy. Okay. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഗെയിം സെക്ഷനും കൂടി ബാലൻസ് ഉണ്ട്. അത് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിം സെക്ഷൻ ആണ്. വളരെ സിമ്പിൾ ആണ്. കുറച്ച് പാട്ടുകൾ നമ്മൾ കേൾപ്പിച്ചു തരും, അതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, അത് കറക്റ്റ് ചെയ്ത് പാടണം. പാടിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഹം ചെയ്ത് വിട്ടാലും മതി. ആണോ? ഹം ചെയ്യാം, പക്ഷെ പാട്ട് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ റെഡി? സിംഗർ മറ്റേ രതി നിർവേദം. ചെമ്പകപ്പൂ കാറ്റിലെ ചെമ്പകപ്പൂ കാറ്റിലെ ചണ്ടു ഞാൻ ചെന്താമരേ. ബാക്കിയില്ലേ? ഇത്ര കേട്ടാലോ? ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. എന്റെ കരൾ കൊമ്പിൽ ചാറ്റുമഴച്ചോലയിൽ വന്നു പൂത്തുലഞ്ഞിടുമോ ചൊല്ലാതിരേ ചെന്താമരേ. That's me. That's me, naughty. Very me. അടുത്തൊരു പാട്ടും കൂടി ഉണ്ട്.
ദിലീപേട്ടനാണ്. അല്ലല്ല, ഒരു യങ്സ്റ്റർ, ഇപ്പോഴത്തെ ഒരു യങ്സ്റ്ററിന്റെ സോങ് ആണ്. ഭയങ്കര ഹിറ്റ് സോങ് ആണ്. ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ഹിറ്റ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സോങ് ആണ്. ഭയങ്കര റൊമാൻറ്റിക് സോങ് ആണ്. ടൊവിനോയുടെ മൂവിയിലെ സോങ് ആണ്. തീവണ്ടി. തീവണ്ടി. തീവണ്ടി സിനിമയുടെ പേരാ. പാട്ട് ഏതാണ്? അത് തീവണ്ടി. തീവണ്ടി എന്നൊരു പാട്ടില്ല ആ സിനിമയിൽ. തീവണ്ടി. നോട്ടി നോട്ടി. നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. ഇഷ്ടമുള്ള പാട്ടല്ലേ? യെസ്. അപ്പൊ അത് തോറ്റു. തോറ്റില്ല. തീവണ്ടി. തോറ്റു. തീവണ്ടി. ഇതിന്റെ പാട്ട് പറയണം എന്നായിരുന്നു. 50% ദുഡു. ദുഡു. Ready. അടുത്ത പാട്ട്. താരാപദം. ചിത്ര ചേച്ചി. അതേത് പാട്ടാ പറയൂ. താരാപദം ചേതോഹരം പ്രേമാവൃതം പേയും ഇതാ നവമേഘമേ കുളിനന്നനാ ഒനനന്നനന്നനാ നനനന്നനന്നനൽഗാം താരാപദം. ഈ ഒരു പാട്ട് പാടിപ്പിക്കാൻ ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടു അറിയോ. ഫൈനലി നമുക്ക് ആ പാട്ട് കാണണ്ടേ? താരാപദം ചേതോഹരം. ആ സമയത്ത് മമ്മൂക്ക എന്നോട് പറയേണ്ട ഡയലോഗ് ഞാൻ പറഞ്ഞത്. എന്താ? സുഹാസിനി ചേച്ചീനെ പോലെ തന്നെ നീ ഹാസിനിന്റെ പോലെ തന്നെ നടക്കുന്നതും അത്. അപ്പൊ ആണോ ഞാൻ പറഞ്ഞില്ലേ, സിനിമ ഓർമ്മയില്ലെങ്കിലും ബാക്കിയുള്ളതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അതെ. So sweet. Thank you. ഇനി അടുത്തൊരു പാട്ട് നമുക്ക് കേൾക്കാം. എന്റെ This is ദിലീപേട്ടൻ. ദിലീപേട്ടനാ? മേനെ പ്യാർ കിയ അതാണോ? അതല്ല. ചിങ്ങമാസം. No, not at all. കരിമിഴി കുരുവിയെ കണ്ടിൽ. No. അതല്ല. പിന്നെ ഏതാണ് ദിലീപേട്ടൻ? നിന്റെ കണ്ണിൽ വീരുന്നു വന്നു നീലസാഗര വീജി. Very good. അതാണോ? അതാണോ? ഉറപ്പിച്ചോ? I think so. Yeah. ഓക്കെ. അപ്പൊ ശ്വേത ചേച്ചി ഏകദേശം ഉറപ്പിച്ചൊരു മട്ടാണ്. നമുക്കൊന്ന് കേൾക്കാം. വളരെ പെട്ടെന്ന് ദിലീപേട്ടനെ കണ്ടുപിടിച്ചു. അങ്ങനെ ചെയ്യാൻ അറിയോ? ഇല്ല അല്ലേ? എനിക്കും അറിയില്ല. നമുക്ക് രണ്ടുപേർക്കും അറിയാത്ത സ്ഥിതിക്ക് ഞങ്ങളുടെ ഈ ഗെയിം സെക്ഷൻ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. 50-50. ശ്വേത ചേച്ചി എല്ലാത്തിനും നന്നായി ആൻസർ പറഞ്ഞു. വെരി ഗുഡ്. നല്ല സ്റ്റോറീസ് പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കണ്ടസ്റ്റന്റിനെ സ്വാഗതം ചെയ്യാം അല്ലെ? ശ്വേത ചേച്ചിയുടെ അടുത്ത് വിശേഷങ്ങൾ പറയാനും നമുക്ക് വേണ്ടി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ഒരു കണ്ടസ്റ്റന്റ് ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് അവരുടെ ഒരു വിഷ്വൽ കാണാം. ഓക്കെ. നമസ്കാരം, എൻ്റെ പേര് ഷജന. ഞാൻ വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ കഴക്കൂട്ടം എന്ന സ്ഥലത്തു നിന്നുമാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് വേൾഡ് ഫസ്റ്റ് മാജിക് തീം പാർക്കായ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ മാജിക് പ്ലാനറ്റിലാണ്. എൻ്റെ ഡ്രീം എന്നത് തന്നെ ഒരു ലേഡി ഇലൂഷനിസ്റ്റ് ആകണമെന്നതാണ്. ഞാൻ 8th പഠിക്കുമ്പോഴാണ്
എനിക്ക് മാജിക്കിനോടൊരു ഇൻട്രസ്റ്റ് തോന്നുന്നത്. കാരണം എന്തെന്നാൽ ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ ഒരു ഇലൂഷൻ ഷോ ഞാൻ ടി വിയിൽ കാണുകയുണ്ടായി. സോ ആ ഒരു ഷോ കണ്ടപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു ഫസ്റ്റ് എനിക്ക്. അപ്പോൾ ഇതിന് ട്രിക്ക് അറിയണമെന്നായിരുന്നു ആദ്യത്തെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. പിന്നെ ഇത് പെർഫോം ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും, ഒരു ലേഡി പെർഫോം ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും എന്ന് തോന്നി. സോ അങ്ങനെയാണ് ഞാൻ മാജിക്കിലേക്ക് വരുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഒരു മജീഷ്യൻ തന്നെയാണ്. മാജിക് പ്ലാനറ്റിൽ ഇലൂഷനിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പേര് മജീഷ്യൻ മുഹമ്മദ് ഷാനു. സോ എന്നെ മാജിക് പഠിപ്പിക്കുന്നതും ഫുള്ള് മാജിക്കിന് വേണ്ടിയിട്ട് ടീച്ച് ചെയ്യുന്നതും എല്ലാം എൻ്റെ ഇക്ക തന്നെയാണ്. എനിക്ക് ബാക്ക് സ്റ്റേജിലാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു മാജിക് ഞാൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അതോടെ ഷജനയ്ക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരിത് എനിക്ക് അപ്പോൾ തോന്നിയതാണ്. പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ടീച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതാണ് മാജിക്കിൽ ആദ്യം വേണ്ടത്. അത് ഷജനയ്ക്ക് നല്ലതുപോലെ ഉണ്ട്. മാജിക് പ്ലാനറ്റിലെത്തിയതിന് ശേഷം ഗോപിനാഥ് മുതുകാട് സാർ സജസ്റ്റ് ചെയ്തു ബലൂൺ ആർട്ട് എന്നൊരു ആർട്ട് ഫോം. പിന്നീട് ഞാൻ ബലൂൺ ആർട്ടിലേക്ക് വന്നു, ബലൂൺ ആർട്ട് പഠിച്ചു. പിന്നീട് ഇവിടെ തന്നെ മാജിക് പ്ലാനറ്റിൽ അത് പെർഫോം ചെയ്തു തുടങ്ങി, കൂടെ മാജിക്കും. അമൃത ടി വിയുടെ റെഡ് കാർപ്പറ്റ് എന്ന ഈ ഒരു ഷോ തന്നെ എന്നെ പോലുള്ള കലാകാരികളെ സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഈ ഒരു വേദിയിൽ എനിക്ക് എൻ്റെ മാജിക്കുമായി എത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. സോ ഇന്ന് റെഡ് കാർപ്പറ്റിൽ വരാൻ പോകുന്ന ഒരു ലേഡി മജീഷ്യനാണ്, ഒരു യുണീക് പെർഫോമർ ആണ്. ബലൂൺ ആർട്ടും മാജിക്കും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ലേഡി മജീഷ്യൻ അതാണ് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഒരു മാജിക് പവർ ഇവിടെ എത്രത്തോളമാണ് വരാൻ പോകുന്നത് നമുക്ക് ആളെ നേരിട്ട് വിളിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം അല്ലേ? സോ ലെറ്റ്സ് വെൽക്കം ഷജന. ഷജനയുടെ ആ ഒരു വരവിൽ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു പവർ. ഈ യുണീക്ക് ആർട്ട് ഞാൻ പറഞ്ഞു, അതായത് ബലൂൺ ആർട്ടും മാജിക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു കോംബോ ആണല്ലോ. സോ ഈ ഒരു ഐഡിയ ഫസ്റ്റ് എവിടെ നിന്നാണ് വന്നത്? മാജിക് പ്ലാനറ്റ്. മാജിക് പ്ലാനറ്റിലാണ്. അദ്ദേഹമാണ് ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നത്. അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യയാണോ എന്ന് വേണമെങ്കിൽ പറയാം. എത്ര വർഷമായി? 4 വർഷമായി. 4 വർഷമായി. ഇതൊരു കരിയർ ആക്കാനാണോ ഉദ്ദേശം, അല്ലാതെ ജസ്റ്റ് ഒരു പാഷൻ ആയിട്ട് തന്നെയാണോ, അല്ലാതെ എന്താണ് മെയിൻ പഠിക്കുന്നത്, അല്ലാതെ എന്താണ്? പ്രൊഫഷണലി എനിക്കൊരു മജീഷ്യൻ ആവാൻ തന്നെയാണ് ആഗ്രഹം ഇപ്പോൾ. ഓക്കെ, മാജിക്കിനെ പറ്റിയിട്ട് അറിഞ്ഞപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു മജീഷ്യൻ ആവണം, ഒരു ലേഡി മജീഷ്യൻ ആവണം എന്ന് തന്നെയാണ് ആഗ്രഹം, ഒരു ഇലൂഷനിസ്റ്റ്. ഹസ്ബൻഡ് മജീഷ്യൻ ആണ്. ഓക്കെ, നമുക്ക് അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ പഠിക്കാനാണ് ഇനി ആഗ്രഹം അല്ലേ? നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഹായ് മാഡം. നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ് ആയിരുന്നു. ഈ മാജിക്കിലൂടെ ഉള്ള ഒരു പ്രണയം എങ്ങനെയുണ്ടായിരുന്നു? ഡിസപ്പിയർ ആയിട്ടാണോ കല്യാണം കഴിച്ചത്? അങ്ങനെയല്ല, ഷജന മാജിക് പ്ലാനറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ മാജിക് പ്ലാനറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അവിടെ ഇലൂഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓ, ഓക്കെ. അങ്ങനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, വീട്ടിൽ കൂട്ടി. അത് ശരി. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 4 മാസമായിട്ടുള്ളൂ. 4 മാസമായിട്ടുള്ളൂ. അപ്പൊ ലോക്ക്ഡൌൺ ടൈമിനായിരുന്നു ഒരു ലോക്ക്ഡൌൺ കല്യാണം. ഇല്യൂഷൻ, ഈ ലോക്ക്ഡൌൺ ഇല്ല. ഇനി ഇത് ഒരു എന്താ പറയാ, വേൾഡ് ടൂർ ചെയ്ത് അല്ലാതെ ഒരു പ്രൊഫഷൻ ആയിട്ട് തന്നെ മാറ്റാൻ വിചാരിക്കുന്നത്? പ്രൊഫഷണൽ ആയിട്ടാണ് മാഡം ഇപ്പം ചെയ്യുന്നത് മാജിക് ഞാൻ ചെയ്യുന്നത്. ഓക്കെ. ഇത് ഫാമിലിയിൽ പറഞ്ഞപ്പോൾ, ലൈക്ക് ഫസ്റ്റ് ടൈം മാജിക് പ്ലാനറ്റിൽ വരുന്ന സമയത്ത് ഞാൻ ഫാമിലിയിൽ ഓക്കെ ഞാൻ ഇങ്ങനെ അവിടെ പഠിക്കാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പേരൻസിന്റെ റിയാക്ഷൻ? ആദ്യം അത്ര ഒരു സമ്മതമൊന്നും അല്ലായിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞു അതിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവന്നു. സോ നൗ ദേ ഓക്കെ. അതെ, കണ്ടപ്പോൾ അവർക്ക് തന്നെ അത്ഭുതമായി. അങ്ങനെ ആദ്യമായിട്ട് മാജിക് കണ്ടിട്ട് കൊള്ളാം നീ മിടുക്കിയാന്ന് പറഞ്ഞ ആരാ? മുതുകാട് സാറാ. മുതുകാട് സാറാണ്.
ഇനി ആദ്യമായിട്ട് കാണിച്ച ആ ഒരു മാജിക് ബാപ്പന്റെ മുമ്പിൽ ഏതായിരുന്നു? ഒരു കാർഡ് വെച്ചിട്ടുള്ള ഒരു ട്രിക്കായിരുന്നു. അതെ. അപ്പൊ എന്തെങ്കിലും ചോദിച്ചോ അല്ലാതെ വെറുതെ കണ്ട് എണീറ്റ് പോയി? സീക്രട്ട് അറിയാനാണല്ലോ എല്ലാവർക്കും. എങ്ങനെയാന്ന് ചോദിച്ചല്ലോ. അതെ, എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു കൊടുത്തില്ല. അപ്പൊ എന്തായാലും നമുക്ക് പെർഫോമൻസിലേക്ക് കടക്കാം അല്ലേ? റെഡി അല്ലേ? റെഡി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
എവിടെ നമ്മുടെ പൂച്ചക്കുട്ടി എവിടെയോ പോയി. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അതിനുള്ളിൽ നിന്നൊരു പൂച്ചക്കുഞ്ഞാ വരണേന്നുള്ളത്. ഞാൻ വേറെ ഏതോ ഒബ്ജക്റ്റ് വരും എന്നിങ്ങനെ പ്രതീക്ഷയിലിരിക്കായിരുന്നു. പക്ഷെ അത് സർക്കിൾ എന്ത് ചിക്കാത്തത് സംഭവിക്കുന്നതാണ് മാജിക്. മാജിക്. അതെ, അത് അതിന്റെ മാജിക്കിന് പോയി. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഇവിടെയുള്ള എല്ലാവരും ഒന്ന് ഉഷാറായി, കളർഫുൾ ആയി. പ്രേക്ഷകർക്കും അത്ര തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ആൻഡ് മാജിക്കൽ. എല്ലാവരും ഇങ്ങനെ ചിരിച്ച മുഖത്തോടെ ഇരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് പെർഫോമൻസുകൾ നിങ്ങൾ രണ്ടുപേരും കൂടി കേരളം മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും ട്രാവൽ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ. ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ലേഡി മജീഷ്യൻ ആയിട്ട് അറിയപ്പെടാൻ സാധിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അപ്പൊ നമുക്ക് ശ്വേതാജി, നമുക്ക് ഇത്രയും സമ്മാനങ്ങളൊക്കെ തന്നില്ലേ, നമുക്കൊരു ചെറിയ മൊമെന്റോ പ്രസന്റ് ചെയ്യണം. വളരെ ഹാപ്പിയാണ്. ഇത്രയും നല്ലൊരു ഫ്ലവർ എനിക്ക് തന്ന അമൃത ടിവിക്ക് താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡിയർ. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. Now we are saying bye bye. This is Red Carpet. Good night. बहुत प्यार करते हैं तुमको सनम. ദുഡു ബേക്കു ബേഗു അതും ഒരു വലിയ കാര്യമാണല്ലോ. കൊപ്പര തിന്നാറുണ്ട്. നമ്മള് പശുവിന് കൊടുക്കുന്നല്ലേ? അപ്പൊ ഞാനൊരു പശു തന്നെയാണ്. പപ്പയാണ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ അങ്ങനെ പഠിക്കാനായിട്ട് അല്ലാതെ പപ്പ ആയോണ്ട് പപ്പ എനിക്ക് ഇവിടുന്ന് പഠിക്കണ്ട, എനിക്ക് വേറെ ഒരു ഗുരു വേണം, അങ്ങനെ എന്തെങ്കിലും ഇല്ല. Costume courtesy for Shweta Menon. Crayon Kakkanad. Costume courtesy for Swasika. Zidra by Shibi.